ഇപ്പോൾ വിദ്യാഭ്യാസം, ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്തില്ല എന്നാരോപിക്കുന്നവരുണ്ടല്ലോ. 32 ദിവസത്തിനുള്ളിൽ സ്കൂൾ ആരംഭിച്ചു എന്ന് മാത്രമല്ല വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തവണ 100%. ഈ മാനസിക പ്രയാസത്തിനിടയിൽ അവരെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടിരുത്തിയിട്ട് 4 കുട്ടികളിരിക്കുന്ന ബെഞ്ചിൽ 5ാമത്തെ ഒരുത്തനെ തള്ളിക്കയറ്റലല്ല. അവിടെ 8 മുറികളുള്ള ഒരു പുതിയ കെട്ടിടം ഇപ്പോൾ തുറന്നു കൊടുത്തു. 4 മുറികളുള്ള 2ാമത്തെ കെട്ടിടം ഓണത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വന്ന് തുറന്നു കൊടുക്കും. അവിടെ ലാബ് ഉൾപ്പെടെയുള്ള പുതിയ സൗകര്യങ്ങൾ ആരംഭിച്ചു. മുണ്ടക്കയിലെ LP സ്കൂളിലെ കുട്ടികൾ KPJ അബ്ദുൽ സലാം ഓഡിറ്റോറിയത്തിൽ 54 പേർക്ക് പുനർവിദ്യാഭ്യാസം കൊടുത്തു. പിന്നെ ശരത്ത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ 14 കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ ഒരാൾ നഷ്ടപ്പെട്ടു, 7 കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. പിന്നെ 3 അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ, അവരും നമ്മുടെ കുട്ടികളാണ്. 14 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതം, 7 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതം, മറ്റു കുട്ടികൾക്കും 5 ലക്ഷം രൂപ വീതം. ഇതിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ 3 ലക്ഷം രൂപയുടെ സഹായം. ഇതിനും പുറമെ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ മാസവും 4000 രൂപയുടെ സഹായം. ഒരു കാരണവശാലും ഉപേക്ഷിക്കാത്ത വിധത്തിൽ. ഇതൊന്നും പ്രഖ്യാപനമല്ലല്ലോ മിനിസ്റ്റർ പറഞ്ഞു, കൊടുത്തു തീർത്ത കാര്യങ്ങൾ, പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാടക കൊടുക്കുന്നു, ഈ ദൈനംദിനം 300 വീതമുള്ളത് കൊടുക്കുന്നു, ഭക്ഷ്യ ചെലവുകൾക്കായി 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആശുപത്രി ചെലവുകളെ സംബന്ധിച്ച് നമ്മളൊരു സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയിട്ട് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഓരോ ഇടത്തും താമസിക്കപ്പെട്ടവർക്ക് അവിടുത്തെ ആശുപത്രി ഒരു നോഡൽ കേന്ദ്രമായി വെച്ച് അവിടെ നിന്ന് അവർക്ക് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ഏത് സ്വകാര്യ ആശുപത്രി പോയാലും ബില്ല് കൊണ്ടുവന്ന് DM ഓഫീസിൽ കൊടുത്താൽ ആ പണം അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കും. ആ സംവിധാനം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചു തുടങ്ങി. പുതിയതായിട്ട് വരുന്നവർക്ക് ആ പണം പിന്നെ ആശുപത്രി മുഖാന്തരം കൊടുക്കും. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റീഇംബേഴ്സ്മെൻറ്റ് ഈ കാർഡിറക്കുന്നതിന് മുമ്പ് റീഇംബേഴ്സ് ചെയ്യപ്പെട്ട കടങ്ങൾ അത് പൂർണ്ണമായിട്ടും അവരുടെ രേഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് അത് പരിശോധിച്ച് ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ തന്നെയാണെങ്കിൽ അവർക്കുള്ള പണവും തിരിച്ചു കൊടുക്കും. കടമെഴുതി തള്ളൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. സെക്ഷൻ 13 എടുത്തു കളഞ്ഞു, ആരും പറയുന്നില്ലല്ലോ. 2005 ലോകസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2013 സെക്ഷൻ പ്രകാരം കടമെഴുതി തള്ളാം. ഇപ്പോൾ പറയുന്നത് കേരളത ആവശ്യപ്പെട്ടുകൊണ്ട് ആ സെക്ഷനെ പാർലമെൻറ്റ് എടുത്തു കളഞ്ഞു. ആ കടബാധിതരെ വെറുതെ ആകില്ല. ഈ കാലത്ത് കേരള ബാങ്കാണ് ആദ്യത്തെ ഒരു പ്രഖ്യാപനം തന്നെ നടത്തി വന്നത്. അതിലെ പണം പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. ഞാനിപ്പോൾ ഇതിൽ കൈരളിയിലൂടെ പറയുകയാണ്, ആ കടബാധിതരായിട്ടുള്ള മനുഷ്യരെ ലോകത്തിൻ്റെ മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് ഒറ്റപ്പെടുത്തിയിട്ടും കേരളം ഒറ്റപ്പെടുത്തില്ല. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു കേസ് നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ആ കടബാധിതരെ ഏതു വിധത്തിലാണോ സംരക്ഷിക്കേണ്ടത്, ഒരാളും ഒറ്റപ്പെടില്ല. സർക്കാരിന് വേണ്ടി അക്കാര്യത്തിൽ കടബാധിതരെ ഒറ്റപ്പെടുത്തില്ല. അതിൻ്റെ സാധ്യതകൾ ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായ നടപടി. കേന്ദ്ര സർക്കാർ ആ സപ്പോർട്ട് തന്നിട്ടില്ല, പൊതുമേഖലാ ബാങ്കുകൾ അങ്ങനെ കടങ്ങൾ എഴുതി തള്ളിയിട്ടില്ല. അതെല്ലാം ചെയ്യുമ്പോഴും ആ ദിവസങ്ങളിൽ, ദുരന്തമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരള ബാങ്ക് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചത് സാന്ദർഭികമായി പറഞ്ഞു പോകേണ്ടത് കൂടിയാണ്. ഈ പറഞ്ഞ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കാര്യമായ പരാതികൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ഇപ്പോൾ ഈ നിലയിൽ സർക്കാരിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ ഈ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്റർ? അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സ്വാഭാവികമായിട്ടൊരു വലിയ ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൽ പൂർണ്ണമായും കിട്ടേണ്ട ആളുകൾക്ക് ചില മാനദണ്ഡങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാകും. സാധാരണ നിലയ്ക്ക് വരും, ആയിരക്കണക്കിന് പേരാണ്. അങ്ങനെ വരുന്നതൊക്കെ അതാത് സമയത്ത് നോക്കി പരിഹരിക്കുക. അതിൽ പ്രതിപക്ഷ ഭരണപക്ഷമൊന്നുമില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ലേ. മാധ്യമങ്ങൾ അത് ഉന്നയിച്ച ഞങ്ങൾ ഗൗരവത്തോടെ കാണും. നിഷേധാത്മകമായിട്ടുള്ള നിലപാടല്ല. അങ്ങനെ ഉണ്ടാവുകയും വേണം, അങ്ങനെ ചെയ്യുകയും വേണം. പക്ഷേ അങ്ങനെ ഉണ്ടോ എന്നാണ് ഞാനൊരു സിസ്റ്റം എത്രമാത്രം എഫക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്ന ആളുകൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. ഏതെങ്കിലും തലത്തിൽ ആ വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നതല്ലാതെ സ്ഥായിയായൊരു വിഭാഗത്തിന് ഏതെങ്കിലും വിധത്തിൽ തുടർച്ചയായി കിട്ടേണ്ട സഹായങ്ങൾ ലഭ്യമായില്ല എന്നത് സംബന്ധിച്ച് ഒരു പരാതിയില്ല. ഇനി ഞാൻ ശരത്ത് പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ചിലരുന്നയിക്കുന്നു വളരെ അപമാനകരമായ വിധത്തിൽ, ഒരു വീടല്ലേ തീർന്നത്, അതെ ഒരു കൊല്ലമായി ഒരു വീടല്ലേ തീർന്നത്, നിങ്ങൾ എവിടെ ഇരിക്കുകയായിരുന്നു, സർക്കാർ ഉറങ്ങുകയായിരുന്നു. ജനം ഈ നാൾ വഴി മനസ്സിലാക്കണം, ഈ ദുരന്തമുണ്ടായി ആഗസ്റ്റ് 23-ന് ചരിത്രത്തിലാദ്യമായി, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരു ചീഫ് സെക്രട്ടറി മേപ്പാടിയിൽ വന്നിരുന്ന് ദുരന്തബാധിതരോടും ജനപ്രതിനിധികളോടും പുനരധിവാസത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സങ്കല്പം എന്ത്,
അവർ പറഞ്ഞു ദൈവമായി ഞങ്ങളെ പലരെയും വേർതിരിച്ചു, ഇനി ഞങ്ങളെ വേർതിരിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഒറ്റപ്പെട്ട വിധത്തിൽ പോകരുത്, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം. അതൊരു ജനതയുടെ വിലാപമാണ്. ആ വിലാപത്തിന് മുമ്പിൽ പണം കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ പലരും വിവാദത്തിൽപ്പെട്ടതുപോലെ ജന്മം കൊണ്ട് ഭൂമിയില്ലാതെ പ്ലാന്റേഷൻ മുറിച്ചു കൊടുത്ത ഭൂമി മേടിച്ചിട്ട് നാളെ ഒരു സ്ഥിരീകരണവും കിട്ടാത്ത വിധത്തിൽ ഒറ്റപ്പെടാൻ പണം മുറിച്ചു കൊടുക്കലാണോ സംസ്ഥാന മറ്റൊരു തരത്തിൽ അലയാൻ വിടുകയാണ്? അല്ല, അങ്ങനെയാണോ സർക്കാരിൻ്റെ ധാരണ? അല്ല, സർക്കാർ അങ്ങനെ വിടുകയല്ല. അവരുടെ ആഗ്രഹം ഒരുമിച്ച് താമസിക്കലാണ്.